നമസ്കാരം. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ വൈശാഖ് പൃഥ്വിരാജിനെ നായകനാക്കി ഖലീഫ എന്ന സിനിമ ചെയ്തത്. ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം ഈ സിനിമയിൽ പൃഥ്വിരാജുമായിട്ട് മമ്മൂക്ക ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നു എന്നായിരുന്നു ആദ്യം ഇവർ പബ്ലിസിറ്റി ചെയ്തത്. അതായത് ഈ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ പോകുന്ന മമ്മൂക്കാണെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം മമ്മൂക്ക ഈ സിനിമയിൽ നിന്ന് പിന്മാറിയത് എന്താണ് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ സാധാരണ കണ്ടുപോയിട്ടുള്ള ക്ലീഷെ കഥയാണ് ഈ സിനിമയുടെ. ഞാൻ ഓൾറെഡി എൻ്റെ റിവ്യൂ ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇന്നലെ സീക്രട്ട് ഏജന്റിൻ്റെയും അങ്ങനെ 2-3 ആൾക്കാരൊക്കെ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് അവർ പറയുന്നത് കേട്ടു ഇത് പീക്ക് ലെവൽ ഭയങ്കരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചങ്ങ് അലർന്ന് കണ്ടായിരുന്നു. സത്യത്തിൽ ഈ സിനിമയ്ക്കകത്ത് കുറേ കാശ് മുടക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തുന്നു എന്നുള്ളതാണ്. ലാലേട്ടൻ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ക്യാമിയോ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, 8 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമകൾ. കാരണം ലാലേട്ടനൊന്നും ഇങ്ങനത്തെ ഒരു ഇതിനകത്ത് കയറി അഭിനയിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ നമ്മുടെ കോക്കും ഇതിനൊരു കമൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ എന്നാണ് ലാലേട്ടനെ ഈ കോക്ക് പരാമർശിച്ചിരിക്കുന്നത്. ശരിക്കും ലാലേട്ടൻ്റെ ആ ഒരു മേക്ക് ഓവർ, ഒരു അപ്പിയറൻസ് ഒക്കെ കാണുമ്പം നമുക്കും അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് അത് കണ്ടിട്ട് വലിയൊരു ഇതൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ പുള്ളിയുടെ ആ ഒരു നടന്നു വരുന്ന ആ ഒരു സമയത്തുള്ള നമ്മുടെ ജേക്സ് ബിജോയുടെ ആ ഒരു ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ആ സിഗരറ്റൊക്കെ കത്തിച്ച് ചുരുട്ടൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഇട്ടിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സാധനമൊക്കെ നന്നായിട്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ ഈ സിനിമയ്ക്കകത്ത് കൊണ്ടൊന്നും നശിപ്പിച്ചെന്ന് വേണം പറയാൻ. കാരണം ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ലാലേട്ടനെ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. ഇനി ഖലീഫയുടെ സെക്കൻഡ് പാർട്ടിൽ ഇനി അഹമ്മദ് അലിയുടെ വീരസാഹസ്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എന്താണേലും ഇത് മൊത്തത്തിൽ സിനിമ വർക്കായിട്ടില്ല എന്നുള്ളതാണ്. കുറേ കാശ് മുടക്കി, കുറേ ചേസിങ്, കുറേ ഫൈറ്റൊക്കെ അത്യാവശ്യം നമ്മുടെ പൃഥ്വിരാജ് അടിപൊളിയായിട്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന് ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്യാമിയോ റോളും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ എല്ലാത്തിലും ഓരോരുത്തരെടുത്തിട്ട് ആ ഒരു സീനൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അർമാദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. അത് തെണ്ടിത്തരമെന്ന് പറയാൻ പറ്റുന്നത്. കാരണം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ അത് പോയി കാണും. ഞാൻ എൻ്റെ റിവ്യൂക്കകത്ത് ഞാൻ ക്യാമിയോ റോളിൽ വരുന്ന ആൾക്കാരുടെ ആരുടെയും പേരൊന്നും പരാമർശിച്ചില്ല. അത് തെണ്ടിത്തരമാണ് എന്നേ പറയാൻ പറ്റും. എന്തായാലും നമുക്ക് കോക്കിൻ്റെ ഈ ഒരു ഊക്ക് ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മന്മഥൻ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല റോളാണ്. പിന്നെ സുധീർ കർമ്മനെ അത്യാവശ്യം നന്നായിട്ട് ഓർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചാക്കുണ്ണിയുടെ മകനായിട്ട് ജയരാജ് വയർ വന്നു പോകുന്നുണ്ട്. പിന്നെ ജോൺ വിജയ്, ഇത്തരം പടങ്ങളിലെ അവിഭാജ്യ ഘടകമാണല്ലോ ആര്, ജോൺ വിജയ്, തമിഴ്നാട്. അപ്പം ഇങ്ങനെ കുറേ പേര്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതൊരു കളവനുണ്ട്, ഒരു അപ്പാപ്പൻ സേട്ട്, നിസ്താർ സേട്ട് ഉണ്ട്. നിസ്താർ സേട്ട് ഇതിൽ ജയിലറായിട്ടാണ്, സേട്ടായിട്ട് വേറെ കളവൻ. അപ്പം പുള്ളി ഒരു അപ്പാപ്പൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ആര്, ലാലേട്ടൻ്റെ കഥാപാത്രം അഹമ്മദ് അലി, മമ്പറത്ത് അഹമ്മദ് അലിയുടെ മകനാണ് ആര്, രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കരിന് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ശരിക്കുള്ള പ്രായം 65, അത് വിട്ടേക്ക്. ക്യാരക്ടറിന്റെ പ്രായം കൂട്ടി തന്നെ ഒരു 10-60 വയസ്സ് കാണും. പൃഥ്വിരാജിന്റെ പ്രായം കൂട്ടുകയാണെങ്കിൽ 10, 40, 35 കൂട്ടിക്കോ കഥാപാത്രം. അപ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രം ഏകദേശം 85-90 വയസ്സുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, ഓണത്തിന് വന്നിട്ടുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, അതേപോലത്തെ ഒരു സെറ്റപ്പ് കൈൻഡ് ഓഫ് മേക്കപ്പാണ് ഇട്ടിരിക്കുന്നത്. ഈ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ലാലേട്ടൻ വന്ന സമയത്ത്. കാരണം ഇതെത്ര നാളെ ഈ പരിപാടിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൂസിഫറിനകത്ത് ഓൾറെഡി പൃഥ്വിരാജ് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പം പൃഥ്വിരാജ് ഇത് കാണുന്നില്ലേ, പുള്ളി തന്നെ ചെയ്തു വെച്ച സാധനമാണ്. കറക്റ്റ് നിങ്ങൾ പടം കണ്ടെങ്കിൽ മനസ്സിലാവും. ലൂസിഫറിൽ അവസാനം ലാലേട്ടൻ വരുന്നല്ലേ, ആ ഒരു വെതർ വരെ മഞ്ഞൊക്കെ ഇങ്ങനെ പാറുക, എന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ വരിക. എന്തിനാ പോലെ ഇത് സ്കാമാണോ, ഇനി ഇങ്ങനെ പടം ഇറക്കും, ഇനി ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ലാലേട്ടൻ ഫാൻസ് പടം കയറാൻ വേണ്ടി കാണും, അങ്ങനെ വലിയ മാർക്കറ്റ് ഉണ്ടാക്കാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് പരിപാടി നടക്കുള്ളൂ. ഇത് പരിപാടി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ ആരുണ്ടായി കഴിയുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ലാലേട്ടനെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവരാം ക്യാമിയായിട്ട്. അപ്പോൾ അതാണ് ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച്. പിന്നെ എന്താ ലാലേട്ടനെ ഇപ്പം സീനിയർ മാൻഡ്രൈക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ലാലേട്ടൻ കണ്ട ആൾക്കാർ കൈയടിക്കും ഫസ്റ്റ് ഡേ, അറിയാതെ തർക്കമില്ല. അത് വിചാരിച്ചിട്ട് ലാലേട്ടൻ കഥാപാത്രം, അതായത് ആ കഥാപാത്രത്തിന് ഉണ്ടാവേണ്ട ഒരു യാതൊരു ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതല്ല. ലാലേട്ടൻ ഈ പടത്തിലുണ്ട്. അപ്പോൾ അവസാനം ഒരു സ്റ്റാറ്റസിനാനോ അല്ലെങ്കിൽ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സാധനം. സോ ഒരു വളരെ മോശം ഒരു സ്ക്രിപ്റ്റിനകത്ത് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള, കുറേ ക്യാമിയോസ് കൊണ്ടുവന്നിട്ടുള്ള ഇതിൻ്റെ സീക്വല് പോയിട്ട് ഇത് തന്നെ കണ്ടു തീർക്കാൻ പറ്റവാ. ഈ ഒരു സിനിമ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സീനിൽ പോലും നമുക്ക് കൈയടിക്കാനായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ലാലേട്ടനെ കാണിക്കുമ്പം സ്വാഭാവികമായിട്ടും ആരാധകർ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടം തോന്നി നമ്മൾ കൈയടിച്ച് പോകുന്ന ആ ഒരു സീനിലാണ് പുള്ളിയുടെ ആ ഒരു ഇൻട്രോ കാണിക്കുന്നത്. സെയിം ലൂസിഫർ സിനിമയിൽ അവസാനം ലാലേട്ടൻ വരുന്ന ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ മഞ്ഞ് മലയുടെ ഇടയിൽ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്നു. ഇവിടെ
തിരിച്ച് മഞ്ഞ് ഒക്കെ ഇങ്ങനെ വീഴുന്ന സമയത്ത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സാധനം. ആ വരുന്ന സാധനത്തിനകത്ത് ഇവർ തമ്മിലുള്ള, അതായത് ഉപ്പുപ്പായും മകനും തമ്മിലുള്ള ഒരു ഇമോഷണൽ ഒരു സെന്റിമെന്റ്സ് ആണ് ആ ഒരു സീനിൽ വർക്കാവുന്നത്. പിന്നെ പുള്ളി പറയുന്നത് ആരെയും വെച്ചേക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിയുടെ അനുയായിയായിട്ടുള്ള ക്യാമിയോ റോളിലെത്തുന്ന ആൾ അവരെയൊക്കെ തീർത്ത് കളയുന്നത്. ആ ഒരു സംഭവമാണ് ഈ സിനിമയ്ക്കകത്ത് മൊത്തത്തിൽ കാണിക്കുന്നത്. സത്യത്തിൽ ഇതിനകത്ത് നമ്മുടെ മമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ നമ്മുടെ രഞ്ജി പണിക്കറിൻ്റെ ബാപ്പായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഉപ്പുപ്പായിട്ടാണ് വരുന്നത്. ആ ഏജ് ഡിഫറൻസ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ അത് വന്നിട്ടില്ല. കാരണം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് ഒരു കോമാളി വേഷം ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് കെട്ടിച്ചു എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. പിന്നെ വൈശാഖിൻ്റെ മേക്കിങ് പഴയതിനും വെച്ചിട്ട് കുറച്ചുകൂടെ മെച്ചമായിട്ട് ഒരു പുതിയ രീതിയിലൊരു മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ പോരായ്മ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും